ദൈവത്തിന് മഹത്വം. ഈ ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. എൻ്റെ ആത്മാവേ, പ്രിയരെ, ഒരിക്കലും നിനക്ക് പുതുക്കമുണ്ടാകാതിരിക്കുകയില്ല എന്ന് വിചാരിക്കരുത്. പണ്ടൊരിക്കൽ എനിക്ക് ശക്തി കിട്ടി, ഇന്നും ഞാൻ അങ്ങനെ തന്നെ തുടരുന്നു എന്ന് ഒരു ഭക്തനും ഒരു മനുഷ്യർക്കും ആശ്വസിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ഓരോ ദിവസത്തേക്കും പുതുക്കപ്പെട്ട ശക്തി നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വാഹനത്തിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ആത്മീക ശക്തിയും പുതുക്കണം. ഇന്നലത്തെ ശക്തിയാൽ ഇന്നും കാര്യങ്ങൾ ചെയ്യുവാൻ നീ താല്പര്യപ്പെടുന്നു എങ്കിൽ തലയിലെ ജട നഷ്ടപ്പെട്ടിട്ടും ചാടി എഴുന്നേൽക്കുവാൻ നോക്കുന്ന ശിംശോനെ പോലെയായി പോകും നമ്മുടെ ജീവിതം. ചിലതൊക്കെ വിളിച്ചു പറയുവാൻ കഴിയുന്നെങ്കിലും ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാതെ ലോകത്തിൻ്റെ കയ്യിലേക്ക് നീ തളർന്നു വീഴും. ഇന്നത്തെ ഓട്ടവും അധ്വാനവും കൊണ്ട് നിൻ്റെ ആത്മീക ശക്തി ചോർന്നു പോയിട്ടില്ലേ എന്ന് ഈ ദിവസം ഓർക്കണം. ഇന്നത്തെ ആത്മീക ശുശ്രൂഷയാൽ നീ തളർന്നവനാണ് എങ്കിൽ ശക്തിയെ പുതുക്കൂ. എങ്ങനെ? യഹോവയെ കാത്തിരിക്കുന്നതിലൂടെ എത്ര നേരം ശക്തി ലഭിക്കുവോളം, അഥവാ പൂർണ്ണ ശക്തി പ്രാപിക്കുന്നത് വരെ നമ്മൾ യഹോവയെ കാത്തിരിക്കണം. കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവിക ശക്തി ലഭിക്കുന്നത്. ഈ ദിവസം ദൈവിക ശക്തിയാൽ ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമിടുന്നു. ഗോഡ് ബ്ലസ് യു.